ഞാൻ നിങ്ങൾക്കൊരു നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു ഗോസ്റ്റ് ഹൗസ് കാണിച്ചു തരാം. ബാ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വെറുതെ ഒരു 4-5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഒരു പ്രോജക്റ്റാണ്. ഇത് എല്ലാം നശിച്ചു പോയി. ഒരു മനുഷ്യൻ പോലും ഒരു ദിവസം പോലും ഇത് ഉപയോഗിക്കാതെ ഈ സംഭവം നശിച്ചു പോയി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നോക്കിയേ, ഇതെല്ലാം ഇതിൻ്റെ സീലിങ്ങും അങ്ങനെ എല്ലാം നാമാവശേഷമായി പോയ ഗവൺമെൻറ്റിൻ്റെ 4 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഇത് തുറന്നു കൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗവൺമെൻറ്റിന് പറ്റിയ എല്ലാം. അങ്ങ് ഓരോന്നിനെ പഴിചാരിയാൽ മാത്രം പോരാ. ഇത് ഒരു കാര്യം, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും ആൾക്കാർക്ക് എത്രമാത്രം ഉപകാരപ്പെടും. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നോക്കി. ഇത് ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നേക്കാളും കുറേ ആൾക്കാർക്ക് താമസിക്കാനെങ്കിലും ഇത് കൊടുക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പേസിനെ കുറേ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. കുറേ കൽപ്പടവുകൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിട്ടൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് സ്വകാര്യ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞതാണോന്നും പറയാൻ പറ്റത്തില്ല. ആരെയും സ്വാധീനിക്കുന്നത് വേണ്ടിയിട്ട്, ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എന്തായാലും ആർക്കും സഹിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിക്ക് പണി ചെയ്തൊരു ബിൽഡിങ്ങിനെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ കളഞ്ഞു, വെറുതെ നഷ്ടപ്പെടുത്തി. ഇത് കോവളത്ത് വരുന്ന സഞ്ചാരികൾക്ക് വെറും റൂമിനെങ്കിലും റെൻറ്റിന് കൊടുത്തായിരുന്നെങ്കിൽ കുറേയൊക്കെ എന്താണ് പറയുന്നത്, ഇത് ഉപയോഗപ്പെടുത്താമായിരുന്നു. വളരെ മോശമല്ലാത്ത രീതിയിലുള്ള പൈസയും കിട്ടിയേനെ. ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ കണ്ണിൽ പെടാത്തതുണ്ട് കേട്ടോ. അവർക്കെല്ലാം ഇത് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുക, കുറച്ച് പൈസ വാങ്ങിക്കുക, എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക, ഇനാഗുറേഷൻ നടത്തുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള റണ്ണിങ് ഒന്നുമില്ല. ആർക്കും ഇത് പ്രയോജനപ്പെട്ടിട്ടില്ല. പുറത്തുനിന്ന് നോക്കിയാൽ പോലും ആർക്കും ഈ പാർക്ക് കാണാൻ കഴിയില്ല. ഗൂഗിൾ മാപ്പിലും ഇല്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തു വെച്ചത്? ഇനി ആൾക്കാരെ നന്നാക്കാനാണോ, ഫണ്ട് അടിച്ചു മാറ്റാനാണോ, എന്ത് കാര്യത്തിലാണെന്ന് ഒരു പിടിയില്ല. ഏതെങ്കിലും ഒന്ന് അറിയാവുന്നവരത് പറഞ്ഞു തരണം.